നമസ്തേ, തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ട്രംപ് നാണം കെട്ട അവസ്ഥയാണ്. ഇന്ത്യക്കിട്ട് താരിഫ് അടിച്ച് പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയുമില്ല. ട്രംപിന്റെ വാചക കസർത്ത് വിലപ്പോയില്ല. മോദി ഒരക്ഷരം തിരിച്ചു പറഞ്ഞില്ല. പകരം ഇന്ത്യ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ഇതാണിപ്പോൾ ട്രംപിനെ പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അഭിപ്രായം. ഇതിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നവ ഇങ്ങനെയാണ്. അമേരിക്കയുടെ യുദ്ധവിമാനം F-35 വാങ്ങാനുള്ള ഓഫർ ഇന്ത്യ നിരസിച്ചു. ഓർഡർ നൽകിയിരുന്ന 31,000 കോടിയുടെ ബോയിങ് വിമാനങ്ങൾ ഇന്ത്യ ക്യാൻസൽ ചെയ്തു. ഇത്രയും നാളുകൾ പറയാതിരുന്നിട്ട് ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തങ്ങൾ വീഴ്ത്തിയ പാകിസ്ഥാന്റെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെയും അവിടെ നമ്മുടെ വ്യോമസേന വിതച്ച നാശനഷ്ടങ്ങളുടെയും കണക്ക് പുറത്തുവിട്ടു. പാകിസ്ഥാന്റെ കയ്യിലുള്ള 5 F-16 യുദ്ധവിമാനങ്ങളും ഒരു മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും റഷ്യയുടെ S-400 ഉപയോഗിച്ച് വീഴ്ത്തിയിരുന്നു എന്ന് വ്യോമസേന പത്രസമ്മേളനം നടത്തി വീഡിയോ തെളിവുകൾ സഹിതം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ഇതിൽ ട്രാൻസ്പോർട്ട് വിമാനം ഒന്നുകിൽ C-130 ഹെർക്കുലിസ് അല്ലെങ്കിൽ ഗ്ലോബ് മാസ്റ്റർ ആകാനാണ് സാധ്യത. ഇത് രണ്ടിലേതിലായാലും അതും അമേരിക്കൻ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിന്റേതാണ്. കൂടാതെ അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്ന റഡാർ സംവിധാനമുള്ള AWACS എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനം വീഴ്ത്തിയതും 2 കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, 2 സേജ് സിസ്റ്റംസും, സ്ട്രാറ്റജിക് ഓട്ടോമേറ്റഡ് ജോഗ്രഫിക് എഞ്ചിൻ, 3 വ്യോമസേന ഹാങ്ങറുകൾ, 6 റഡാറുകൾ, 11 റൺവേകൾ തുടങ്ങിയവ തകർത്തതുമായ വിവരങ്ങൾ തെളിവ് സഹിതം വ്യോമസേന മേധാവി തന്നെ പുറത്തുവിടുന്നു. അവശ്യ സാധനങ്ങളുടെ വിപണി വിലകൾ കുറയ്ക്കുമെന്നും അമേരിക്കയെ ഗ്രേറ്റ് ആക്കുമെന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെയും പറഞ്ഞ് ഭരണത്തിൽ കയറിയിട്ട് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന ഈ താരിഫ് മൂലം അമേരിക്കക്കാർ വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുകയാണെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാർ തന്നെ വിലപിക്കുന്നു. ട്രംപിന്റെ മാനസിക നില തകരാറിലാണെന്നും അൽസൈമേഴ്സിന്റെ തുടക്കമാണെന്നും ഒക്കെ അവിടുത്തെ പത്രങ്ങൾ വരെ എഴുതുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ വെച്ച് ഇന്ത്യയെ ട്രോളൽ മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് ജേർണലിസ്റ്റ് ശേഖർ ഗുപ്ത. അതല്ലാതെ അസിം മുനീർ അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്കെതിരെ നടത്തിയ പ്രസംഗത്തിൽ ഒരു കഴമ്പുമില്ലെന്ന് ശേഖർ ഗുപ്ത പറയുന്നു. പ്രിന്റ് എന്ന യൂട്യൂബ് ചാനലിലെ പരിപാടിയിലാണ് ശേഖർ ഗുപ്തയുടെ ഈ അഭിപ്രായ പ്രകടനം. പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ മോസ്കോയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ പ്രഹരമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങ് വിശ്വസിക്കുന്നു. ഡൽഹിക്ക് 50% തീരുവ ചുമത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ എണ്ണ വാങ്ങുന്ന രാജ്യമെന്നാണ് ട്രംപ് തിങ്കളാഴ്ച ഡൽഹിയെ വിശേഷിപ്പിച്ചത്. റഷ്യൻ സമ്പദ് വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നില്ലെന്നും കാരണം അത് താരിഫുകളിൽ വളരെ അസ്വസ്ഥമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. കൂടാതെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുന്നത് തിങ്കളാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തേക്ക് കൂടെ വൈകിപ്പിക്കുകയും ചെയ്തു. ഇതറിയിച്ചത് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരാണ്. ചൊവ്വാഴ്ച താരിഫുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ നവംബർ പകുതി വരെ സമയപരിധി നീട്ടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് മണിക്കൂറുകൾക്ക് മുമ്പ് ഒപ്പുവെച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിന്നാലെ US ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ 90 ദിവസത്തേക്ക് കൂടി നിർത്തിവെക്കുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയവും ചൊവ്വാഴ്ച അറിയിച്ചു. ഇതൊന്നും പോരാതെ പാകിസ്ഥാന് വലിയ ആനുകൂല്യം നൽകിക്കൊണ്ട് ട്രംപ് സർക്കാർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. പക്ഷെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ട്രംപിനെ ആർക്കും വലിയ വിശ്വാസമില്ല. റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്ന് മോദിയും കൂട്ടി ചൈനയ്ക്ക് പോകുന്നു. ബ്രസീലിലടക്കം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സൗത്ത് ആഫ്രിക്കയടക്കം ആഫ്രിക്കൻ രാജ്യങ്ങളും ജപ്പാൻ അടക്കം ഏഷ്യൻ രാജ്യങ്ങളും മോദിക്കൊപ്പം. നെതന്യാഹു മോദിയെ കാണാൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു രസകരമായ വാർത്ത പുറത്തു വന്നത്. ഓഗസ്റ്റ് 15 നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും ഉച്ചകോടി അലാസ്കയിൽ നടക്കുമെന്ന് സൂചിപ്പിച്ചിരുന്ന പ്രാരംഭ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി ചർച്ചയ്ക്കായി താൻ റഷ്യ സന്ദർശിക്കുമെന്നും ട്രംപ് ഒരു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തൊട്ടുപുറകെ റഷ്യ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചും ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമിർ സെലൻസ്കി തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. റഷ്യയും US-ഉം സമാധാന ശ്രമങ്ങൾ നടത്തുന്നതുമായുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ ഫോൺ സംഭാഷണം. പ്രധാനമന്ത്രി മോദിയെ വിളിച്ച സെലൻസ്കി മേഖലയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന നയതന്ത്ര ശ്രമങ്ങളെയും സംഘർഷത്തിന് സമാധാനപരമായി പരിഹാരം കണ്ടെത്താനുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും വിശദീകരിച്ചു. സംഭാഷണത്തിനിടെ സപ്പോരിഷയിലെ ഒരു ബസ് സ്റ്റേഷനിൽ ഡസൻ കണക്കിന് ആളുകൾ പരിക്കേറ്റതുൾപ്പെടെ ഉക്രൈനിയൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അടുത്തിടെ നടന്ന റഷ്യയുടെ ആക്രമണങ്ങളെക്കുറിച്ചും സെലൻസ്കി പ്രധാനമന്ത്രി മോദിയോട് വിശദീകരിച്ചു. മറുപടിയായി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പിന്തുണ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ചു. മുന്നോട്ടുള്ള വഴിയായി സംഭാഷണവും നയതന്ത്രവും വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ നോബൽ സമ്മാനം ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ ചർച്ചകളിൽ ആർക്കും വലിയ വിശ്വാസമില്ല. അല്ലെങ്കിലും ട്രംപും വാൻസുമായുള്ള വാഗ്വാദത്തെ തുടർന്ന് സെലൻസ്കിയോട് വൈറ്റ് ഹൗസ് വിടാൻ
ആവശ്യപ്പെട്ടത് ആരെല്ലാം മറന്നാലും സെലൻസ്കി അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.